കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്ററിന് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് എതിര് നിൽക്കുന്നുവെന്നത് വാസ്തവ വിരുദ്ധമാണെന്നും നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മന്ത്രിമാരുടെയും എൽഡിഎഫിന്റെയും രാഷ്ട്രീയ നാടകം പൊതുജനം തിരിച്ചറിയണമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെഎസ്ആർടിസി ഓപ്പറേറ്റിംഗ് സെന്ററിന് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എതിരു നിൽക്കുന്നു എന്നത് വാസ്തവ വിരുദ്ധമെന്നും നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെയും CV വർഗീസിന്റെയും രാഷ്ട്രീയ നാടകം പൊതുജനം തിരിച്ചറിയണമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി. 2015-20 UDF ഭരണസമിതിയുടെ അവസാന സമയമാണ് ചെറുതോണി ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ടു വരുന്നത്. ഇതിനുശേഷം വന്ന LDF ഭരണസമിതിക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. 2020-25 LDF ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി 10-11-22 ബസ് സ്റ്റാൻഡ് തുറന്നു നൽകുന്നതിന് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി 15-10-22 ജില്ലാ പഞ്ചായത്തിന്റെ 9/1 നമ്പർ തീരുമാനപ്രകാരം RTOയ്ക്ക് കത്ത് നൽകുകയും ഇതിനുശേഷം 4-5-23 റിമൈൻഡർ നൽകുകയും ചെയ്തു. ഈ കത്തിന് മറുപടി പോലും നൽകുവാൻ തയ്യാറായിട്ടില്ല. RTOയുടെ അംഗീകാരം വാങ്ങാൻ LDF ഭരണസമിതിക്ക് സാധിച്ചില്ല. ബസ് സ്റ്റാൻഡ് ആൻഡ് കംഫർട്ട് സ്റ്റേഷൻ എന്നിവയുടെ നടത്തിപ്പിനായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന് കരാർ വെച്ച് കൈമാറുന്നതിന് 11/6-24 ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്നു. ഇതിനുശേഷം 1/7-24 കമ്മിറ്റിയിൽ നടത്തിപ്പവകാശം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടേണ്ട കരാറും വ്യവസ്ഥകളും ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും പകർപ്പ് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്യുന്നു. ഇവിടെയാണ് രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും വാഴത്തോപ്പ് പഞ്ചായത്ത് ഭരണസമിതിയും LDF നേതൃത്വത്തിലുള്ളതായിട്ടും ജില്ലാ പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും വികസന കാര്യങ്ങളിൽ ഒരേ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചില്ല. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ബസ് സ്റ്റാൻഡുകളുടെ നടത്തിപ്പവകാശങ്ങൾ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും മാത്രമാണ്. ഒരു വർഷം മുമ്പെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കാത്ത കഴിഞ്ഞ LDF ഭരണസമിതി തികഞ്ഞ പരാജയമായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന ചില പത്രവാർത്തകൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഭരണസമിതി ഈ ബസ് സ്റ്റാൻഡിന് അനുവദിച്ച ഒരു 40 ലക്ഷം രൂപയുടെ വർക്ക് അത് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഞങ്ങളിപ്പോൾ 1 കോടി രൂപ ഇതിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. ചെറുതോണി ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് 29/1/2026 മന്ത്രിയുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ 31/1/2026 യോഗം വിളിക്കുന്നു. പിന്നീട് ചില എതിർപ്പുകളെ തുടർന്ന് മാറ്റിവെക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണം പണി പൂർത്തീകരിച്ചാൽ ഉദ്ഘാടനത്തിനായി യോഗം വിളിക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിക്കുമ്പോൾ വരേണ്ടയാളാണ് സ്ഥലം MLA. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പിതൃത്വം തനിക്കാണെന്ന് കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങാനാണ് റോഷി അഗസ്റ്റിൻ ശ്രമിക്കുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷില സ്റ്റീഫൻ, വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി സജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി റെജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മിനി സാബു, ആൻസി ജെയിംസ്, PS സജി, സജി P ജോസ്, മനോജ് കോക്കാട്ട്, ടോണി തോമസ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി.